ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ബനാന റോളാണ്. നമ്മുടെ പഴം റോൾ ഉണ്ടാക്കുന്നതിന് ഒരു നേന്ത്രപ്പഴം മാത്രം മതി നമുക്ക് വളരെ സ്വാദിഷ്ടമായ പഴം റോൾ ഉണ്ടാക്കാം. ഇത് ഒരു ചെറിയൊരു കപ്പ് നാളികേരം ചെറിയതാണ്, അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, മുന്തിരി എടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഫില്ലിങ്ങിലേക്ക് വേണ്ടത്. അതിന് ഒരു അര ഗ്ലാസ് ശർക്കരപ്പാനി വേണം. നമ്മൾ ഈ പഴം ഫില്ലിങ് ചെയ്യുന്ന റോൾ ഉണ്ടാക്കുന്നതിന് ഞാൻ 200 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം, ഒരു മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ഈ പഴം റോളിൻ്റെ ഫില്ലിങ് തയ്യാറാക്കുന്നതിന് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ നെയ്യ് ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചാൽ, ഞാൻ ഈ പഴം ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ പഴം നമ്മൾ ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പഴം ഏകദേശം കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു ഹാഫ് ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ആ ശർക്കരപ്പാനി നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുടെ എടുത്തു വെച്ചിട്ടുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ചെറിയൊരു ബൗള് നാളികേരം ചെരുകിയത് ഫ്രഷ് കോക്കനട്ടാണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുന്നു. ഇനി നന്നായിട്ട് നമ്മൾ ഈ ശർക്കരപ്പാനി വറ്റി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാനിതിലേക്ക് നല്ലൊരു മണം കിട്ടുന്നതിനായിട്ട് ഒരു ചെറിയ ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കി ഈ ശർക്കരപ്പാനിയൊക്കെ വറ്റി വരുന്ന വരെ നന്നായിട്ട് ഇളക്കാം. അപ്പോൾ നമ്മുടെ ബനാന റോളിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ ഈ ഫില്ലിങ് റോൾ ചെയ്യുന്നതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം ആദ്യം ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് ഞാൻ എടുത്തു വെച്ച 200 ഗ്രാം മൈദ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമ്മളത് യോജിപ്പിക്കുകയാണ്. ഞാൻ ഈ ബാറ്ററിലേക്ക് ഒരു മുട്ട ഒഴിക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുകയാണ്. അപ്പോൾ നമ്മുടെ പഴം റോളിനുള്ള ബാറ്ററി ഇതേ കൺസിസ്റ്റൻസിൽ ആയിരിക്കണം നിങ്ങൾ അത് കലക്കേണ്ടത്. പിന്നെ അതിൻ്റെ ഫില്ലിങ് ഓൾറെഡി നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ നമ്മൾ അതിലേക്കുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് അത് മടക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പഴം റോളൊക്കെ ശരിയായിട്ടുണ്ട്. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.